ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇന്ദ്രൻ അടുത്ത പണിയായിട്ട് ഇറങ്ങിയിട്ടുണ്ട് നമ്മുടെ പല്ലവിയുടെ അരികിലെത്താനായിട്ട്. ഇന്നത്തെ ദിവസം ക്രിസ്മസ് പാപ്പയായിട്ടാണ് വേഷം കെട്ടിക്കൊണ്ട് പോകുന്നത്. അപ്പോൾ കൂടെ കുറേ പേരെ കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ അവർ ചോദിച്ചു, നമ്മൾ ഇങ്ങനെ പോകുമ്പോൾ എങ്ങനെയാണ് ശരിയാകുന്നത്, ഇതിന് പോകുമ്പോൾ ഒത്തിരി പേര് വേണ്ടേന്ന്. ഇന്നത്തെ ദിവസം ഒരുപാട് പേര് നമ്മുടെ കൂടെ വേണമെന്നൊന്നും ഒരു നിർബന്ധവും ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഇന്ദ്രൻ ഇങ്ങനെ അവരോട് പറയുക, എടാ ക്രിസ്മസ് എൻജോയ് ചെയ്യാനുള്ളതാണ്, ലോകരക്ഷനായ യേശു ജനിച്ച ദിവസമാണെന്നൊക്കെ പറഞ്ഞു. അത് ആർക്ക് വേണമെങ്കിലും ആഘോഷിക്കാം, എങ്ങനെയും ആഘോഷിക്കാം, അതിന് ഇത്ര പേര് വേണമെന്നൊന്നുമില്ല എന്ന് പറഞ്ഞു. എനിക്കൊന്ന് അവിടം വരെ പോകണം, അവളെ കാണണം, അവളോടൊന്ന് സംസാരിക്കണം, എനിക്ക് അത്രേ ഉള്ളൂ, അവളുടെ കൈ പിടിച്ചൊന്ന് ഡാൻസ് ചെയ്യണം, അത്രേ ഉള്ളെന്നൊക്കെ ഇന്ദ്രൻ പറയും കേട്ടോ. അവൾ വിചാരിക്കും ഞാൻ ക്രിസ്മസ് പാപ്പയാണെന്ന്, സാന്റാക്ലോസ് ആണെന്ന്. അവൾ എൻ്റെ കൂടെ നിന്ന് ഡാൻസ് ചെയ്യും, എനിക്ക് ആ സേതുവിനെ കാണിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു. നിങ്ങൾ നോക്കിക്കോ, നിങ്ങളെ ഞാൻ കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ ശരിയാകുമെന്ന് കൂടെ ഉള്ളവർ ചോദിച്ചപ്പോൾ ശരിയാക്കാം, അവിടെ ശരിയാകും എന്ന് പറഞ്ഞ് ഇങ്ങനെ ആലോചിക്കുക. നിങ്ങൾ വാ, നമുക്ക് ശരിയാക്കാം, ഏതായാലും നിങ്ങൾ എൻ്റെ കൂടെ വരാൻ പറഞ്ഞു. അങ്ങനെ തൊപ്പിയൊക്കെ വെച്ച് നേരെ തുള്ളിക്കളിച്ച് നേരെ പൊന്നുമടത്തിലേക്ക് കയറി ചെല്ലുക. അവിടെ ചെന്നാൽ കൃത്യമായിട്ട് നമ്മുടെ പല്ലവിയാണ് വന്നത്. പല്ലവി വന്നു കഴിഞ്ഞപ്പോൾ എന്താ, പല്ലവിയുടെ കയ്യിലേക്ക് ഒരു ഗിഫ്റ്റൊക്കെ ഈ ഇന്ദ്രൻ കൊടുക്കുവാണ്. പല്ലവി ഇങ്ങനെ ഇത് നോക്കി ഇങ്ങനെ നിൽക്കുക. ഹാപ്പി ക്രിസ്മസ് ഒക്കെ പറഞ്ഞു. അങ്ങനെ ഓരോരുത്തരായിട്ട് ഇറങ്ങി വന്നു. അപ്പോഴേക്കും നമ്മുടെ സേതു ഇറങ്ങി വന്നു. സേതു ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴേക്കും ഹാപ്പി ക്രിസ്മസ് സേതു അങ്ങോട്ട് പറഞ്ഞു. ഞാൻ ഒരു തവണ പറഞ്ഞു കഴിഞ്ഞു, ഇനിയും അത് റിപ്പീറ്റ് ചെയ്യണ്ടല്ലോ എന്ന് സേതുവിനോട് പാപ്പ പറയുക. പിന്നെ അവിടെയുള്ള പെണ്ണുങ്ങൾക്കൊക്കെ കൈ കൊടുക്കുന്നുണ്ട്, എല്ലാവർക്കും കൈ കൊടുത്തു. അപ്പോൾ അങ്ങനെ പാട്ടൊക്കെ ഇട്ടതേ നമ്മുടെ ഇന്ദ്രൻ അവിടെ ഡാൻസൊക്കെ കളിച്ചു. പിന്നെ ബേബി ചേച്ചിയുടെ കൈ പിടിച്ച് ഡാൻസ് കളിച്ചു, അച്ചുവിൻ്റെ കൈ പിടിച്ച് ഡാൻസ് കളിച്ചു. അതുപോലെ തന്നെ പല്ലവി അവൻ കെട്ടിപ്പിടിക്കുന്നു, എന്തൊക്കെയാണോ കാണിക്കുന്നത്. പല്ലവിക്ക് ലാസ്റ്റ് അത് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ സേതുവിനാണെങ്കിൽ എന്തൊക്കെയോ സേതുവിന് മൊത്തത്തിലൊരു കൺഫ്യൂഷൻ അടിച്ചു. സേതു എന്നിട്ട് അവിടെ നിന്നില്ല, അവിടെ നിന്ന് അങ്ങ് പോയിട്ടോ. ഇനിയിപ്പോൾ എല്ലാവർക്കും ഗിഫ്റ്റ് തരാമെന്ന് പറഞ്ഞ് എല്ലാവർക്കും ഗിഫ്റ്റ് കൊടുത്തു. നമ്മുടെ പല്ലവിക്ക് സ്പെഷ്യൽ ഗിഫ്റ്റ് ആണെന്ന് പറഞ്ഞുകൊണ്ട് പല്ലവിക്ക് ഒരു പ്രധാന ഗിഫ്റ്റും അങ്ങ് കൊടുത്തു. അങ്ങനെ എല്ലാവർക്കും ഗിഫ്റ്റൊക്കെ കൊടുത്തതിന് ശേഷം പാട്ടൊക്കെ പാടി കയ്യിലേക്ക് ഒരു പെട്ടി തന്നെ കൊടുക്കുക. അപ്പോൾ ഇതെന്താ ഈ പാപ്പ ഇങ്ങോട്ടൊക്കെ ഗിഫ്റ്റ് തരുന്നതെന്ന് ചോദിച്ചപ്പം അതെ, അതാണ് ഈ കരോള സംഘത്തിൻ്റെ പ്രത്യേകത, കൊടുക്കാനാണ് ഞങ്ങൾക്ക് ഇഷ്ടം, വാങ്ങാനല്ല എന്നൊക്കെ പറയുക. എന്നാൽ ഞങ്ങൾ പോയിക്കോട്ടെ എന്ന് ചോദിച്ചാൽ എല്ലാവർക്കും മേരി ക്രിസ്മസ് ഒക്കെ പറഞ്ഞ് പാട്ടൊക്കെ പാടി അങ്ങ് പോവുക. അപ്പോൾ അവർ അതും പാടി അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സേതു ക്രിസ്മസ് പാപ്പ അവിടെ നിന്ന് നിന്നേ എന്നും പറഞ്ഞ് പാപ്പയെ പിടിച്ച് അവിടെ നിർത്തി. സേതു പിന്നാലെ ചെന്നു. അപ്പോൾ എന്താ എന്നും ചോദിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കും കേട്ടോ. അപ്പം നിങ്ങൾ ഏത് പള്ളിയിലെ കരോള സംഘമാണ് എന്ന് ചോദിച്ചു സേതു. അപ്പോഴേക്കും സ്ത്രീകളൊക്കെ അകത്തേക്ക് കയറി പോയായിരുന്നു. അപ്പോൾ പള്ളിയിലല്ല, ഒരു ക്ലബ്ബാ എന്ന് കൂടെ വന്നവർ പറഞ്ഞു. അപ്പോൾ ഏത് ക്ലബ്ബാന്ന് ചോദിച്ചു. അപ്പോൾ മൂൺലൈറ്റോ അങ്ങനെ ഒരു ക്ലബിനെ പറ്റി ഞാൻ കേട്ടിട്ടില്ലല്ലോ, അതെവിടെയുള്ള ക്ലബ്ബാണെന്നൊക്കെ ചോദിക്കുമ്പോൾ എടോ നിങ്ങൾ കേൾക്കാത്തത് ഞങ്ങളുടെ കുറ്റമാണോ എന്ന് നമ്മുടെ ഇന്ദ്രൻ ചോദിക്കുക. ഈ ശബ്ദം ഇതിനു മുന്നേ ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ സേതുവിനെ കളിയാക്കിക്കൊണ്ടിരിക്കുവാണേ പാപ്പ. അപ്പോൾ വേറൊന്നും കൊണ്ടല്ല, നിങ്ങൾ ആകെ 3 പേരല്ലേ ഉള്ളൂ, സാധാരണ ഇങ്ങനെയൊന്നും അല്ലല്ലോ പതിവ്, ഒരുപാട് പേര് വരാറുണ്ടല്ലോ കരോള സംഘത്തിന്. അതെ, ഞങ്ങൾ പല സംഘങ്ങളായിട്ട് പിരിയും, കുറഞ്ഞ സമയം കൊണ്ട് എല്ലായിടത്തും ക്രിസ്മസ് സന്ദേശം എത്തിക്കുക, അതാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു. അപ്പോൾ പാപ്പ നമുക്ക് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ അവിടെ നിന്ന് പോകാൻ നോക്കുമ്പോൾ അങ്ങനെ അങ്ങ് പോകല്ലേ പാപ്പ, എടാ ഇന്ദ്രാ എന്ന് പറഞ്ഞു വിളിച്ചു. അയ്യോ വിട്ടോ എന്ന് പറഞ്ഞു കൂടെ ഉള്ളവന്മാർ ജീവനും കൊണ്ട് ഓടി. അപ്പോഴേക്കും ഇന്ദ്രൻ തിരിഞ്ഞു നോക്കിയിട്ടേ ഇവന്മാർ പോയോ എന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുക കേട്ടോ. ഈ സമയത്ത് എന്ന് പറഞ്ഞാൽ മുഖം മൂടി എടുത്തങ്ങ് പൊക്കിയിട്ട് ദേ നിന്നെ ഉണ്ടല്ലോ, നിന്നെ ഞാൻ നേട്ടത്തിട്ട് ചാവട്ടി കൂട്ടിയാനെ, അവരെല്ലാവരും ഇവിടെ ഉള്ളത് കൊണ്ടാണ് നിൻ്റെ ഈ വികൃതം, ഭംഗിയുള്ള മുഖം ചാവട്ടി അരച്ചാൻ ഞാൻ ഭൂമിയിലിട്ടെന്നും പറഞ്ഞ് സേതു പറയുമ്പോൾ എന്നും പറഞ്ഞ് ഇന്ദ്രൻ നിൽക്കുക. ഇനി മേല ദേ ഈ പരിസരത്ത് നിന്നെ കൊണ്ടുപോയേക്കരുത്, പറഞ്ഞോട്ടോ, പോടാ എന്നും പറഞ്ഞുകൊണ്ട് സേതു ഇങ്ങനെ പറഞ്ഞു വിടുമ്പോൾ താങ്ക് യു സേതു മാധവൻ, താങ്ക് യു, അപ്പോൾ ബായ് ടാറ്റ എന്നൊക്കെ പറഞ്ഞ് ടാറ്റയൊക്കെ കൊടുത്ത് ഇന്ദ്രൻ അവിടെ നിന്ന് പോയി. സേതു ഇങ്ങനെ അവിടെ നിൽക്കും. ഇത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ പല്ലവി ഈ ഇന്ദ്രൻ കൊടുത്ത ഗിഫ്റ്റ് തുറന്നു നോക്കുമ്പോൾ കാണുന്നത് എന്താ, ഈ മറ്റേ നമ്മുടെ ഇന്ദ്രനും പല്ലവിയും തമ്മിലുള്ള വിവാഹ ഫോട്ടോയാണ്. അപ്പോൾ സേതു ഇത് കണ്ടുകൊണ്ട് കയറി വന്നു. അപ്പോൾ അത് ഒരു സംശയവും വേണ്ട, ഇത് അവനാ വന്നതെന്നുള്ള കാര്യം പറയും കേട്ടോ. അപ്പോൾ ആദ്യമേ അത് നമ്മൾ മനസ്സിലാക്കണമായിരുന്നു എന്നും പിന്നെ പാപ്പായുടെ വേഷം ധരിച്ചത് കൊണ്ടാണ് മനസ്സിലാക്കാതെ പോയതെന്നൊക്കെ സേതു പറയൂ കേട്ടോ. ഞാനാണെങ്കിൽ അയാളെ കൈ പിടിച്ച് ഡാൻസ് ചെയ്തല്ലോ എന്ന് പല്ലവി പറഞ്ഞു. അയാളുടെ കൈയല്ലല്ലോ, ക്രിസ്മസ് പാപ്പയുടെ കൈയല്ലേ പിടിച്ചത്, സാരമില്ലെന്നേ, പോട്ടെ അതിട്ട് കളഞ്ഞേക്കാൻ പറയാം സേതു. ഇപ്പോഴും അയാൾ എൻ്റെ പിന്നാലെ തന്നെയാണ് സേതു ഏട്ടാ, അയാൾക്കറിയാം ഒരിക്കലും ഞാനിനി അയാളുടെ ജീവിതത്തിൻ്റെ ഭാഗമാകാൻ തയ്യാറാവില്ല എന്ന്. എന്നിട്ടും അയാൾ എൻ്റെ പുറകെ ഇങ്ങനെ നടക്കുക, എന്നിട്ടും എന്നെ വിടാതെ എന്തിനിങ്ങനെ പിന്തുടരുന്നതെന്ന് ചോദിച്ചു. അങ്ങനെ സേതുവും പല്ലവിയും കൂടി ഇന്ദ്രൻ്റെ കാര്യങ്ങളൊക്കെ പറയപ്പോൾ അവൻ തീർച്ചയായിട്ടും പല്ലവിയെ ഉപദ്രവിക്കാൻ തന്നെയാണ് പുറകെ കൂടിയിരിക്കുന്നതെന്നും പല്ലവിയെ സ്വന്തമാക്കാൻ തന്നെ അവൻ ഇനിയും നടക്കുന്നതെന്നൊക്കെ പറയാം. പക്ഷെ അവൻ്റെ ഒരു കളി നടക്കില്ല എന്ന് സേതു പല്ലവിയോട് പറയട്ടോ.
ഇനിയും അവൻ ഇതുപോലുള്ള പരിപാടികൾ ഒപ്പിച്ചാൽ അവൻ എൻ്റെ കൈയുടെ ചൂട് അറിയുമെന്ന് പറഞ്ഞു. അപ്പോൾ തൽക്കാലം ഇതിനൊന്നും പ്രതികരിക്കാൻ പോകണ്ട സേതുവേട്ടാന്ന് പല്ലവി അന്നേരം സേതുവിനോട് പറയുക. കല്യാണം കലക്കണമെന്ന് അയാൾക്കും ഉണ്ടാകും ആഗ്രഹം, അതൊരു കാരണവശാലും നടത്തി കൊടുക്കരുതെന്നൊക്കെ പല്ലവി സേതുവിനോട് പറഞ്ഞു കേട്ടോ. അപ്പോൾ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ സേതു ഇങ്ങനെ ശരിയാണെന്ന് സമ്മതിച്ചു കൊടുക്കുന്നു, ശരിയാണെന്നും പറഞ്ഞു. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി ഇക്കാര്യമൊക്കെ പറഞ്ഞു. അല്ല, ഈ ഗിഫ്റ്റിന് എന്ത് ചെയ്യാൻ പോകുമെന്ന് ചോദിച്ചു. അപ്പോൾ ഇതെന്ത് ചെയ്യാനാണെന്ന് ചോദിച്ചുകൊണ്ട് ചന്നം പിന്നെ വലിച്ചു കയറിയിട്ട് വേസ്റ്റ് ഹോട്ടലിട്ടു. ഇതാ ഇതിൻ്റെ സ്ഥാനം എന്നും പറഞ്ഞു. അങ്ങനെ നമ്മുടെ പല്ലവി ഇങ്ങനെ സേതുവിനെ നോക്കി നിൽക്കുക. സേതുവേട്ടൻ സന്തോഷിക്കുന്നുണ്ടോ ഇപ്പോൾ എന്ന് ചോദിച്ചപ്പോൾ അതെന്തിനും ഞാൻ അങ്ങനെ സന്തോഷിക്കുന്നതെന്ന് സേതു ചോദിക്കുക. അല്ല അത് പോട്ടെ, സേതുവേട്ടൻ എനിക്ക് ഗിഫ്റ്റൊന്നും തരുന്നില്ലേ? അത് പിന്നെ ഞാനെന്ത് ഗിഫ്റ്റ് തരാനാണെന്ന് സേതു ചോദിച്ചു. സേതുവേട്ടൻ്റെ ഒരു ഗിഫ്റ്റും എനിക്ക് വേണ്ട, സേതുവേട്ടൻ തന്നെ എനിക്ക് വലിയൊരു ഗിഫ്റ്റ് അല്ലേ എന്നൊക്കെ പല്ലവി ഇങ്ങനെ സേതുവിനോട് പറയും കേട്ടോ. അതും പറഞ്ഞ് അവിടെ നിന്ന് പല്ലവി അങ്ങ് പോയി. സേതു ഇങ്ങനെ എന്നിട്ട് ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. ഇത് കഴിഞ്ഞ് പിന്നെ പല്ലവിയും സേതുവും കൂടെ ഇങ്ങനെ വണ്ടിയിൽ ഇങ്ങ് പോരുക. അങ്ങനെ പോരുന്ന സമയത്ത് ഇങ്ങനെ നിൽക്കുന്ന ഈ ഒരു സമയത്ത് നമ്മളെ സഹായിക്കുന്നത് ആരാ എന്നെനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഋതു നമ്മളിങ്ങനെയൊക്കെ ചതിക്കുന്നത് എന്താ സേതുവേട്ടാ എന്ന് ചോദിച്ചു. സേതു അന്നേരം ഇതെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ, ഋതുവിൻ്റെ ചതിയൊക്കെ. സേതു അന്നേരം പല്ലവിയോടുള്ള കാര്യങ്ങളെല്ലാം തുറന്ന് പറയുകയും ചെയ്തു. നമ്മളെ ദ്രോഹിക്കാൻ ഋതുവിന് കൂട്ടു നിൽക്കുന്നത് ആരാണെന്നറിയോ? ആ പ്രതാപനാണെന്ന് പറഞ്ഞു. പ്രതാപനോ? ആ അതെ, അവൻ തന്നെ. അയാളാണ് ഋതുവിൻ്റെ ഉപദേഷ്ടാവ്. അയാൾ പറയുന്നതനുസരിച്ചാണ് ഇതൊക്കെ ചെയ്യുന്നത്. അയാൾ പറയുന്നത് പോലെ മാത്രമേ അവൾ ചെയ്യുകയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ആൾ ശരിയല്ല സേതുവേട്ടാ. അന്ന് അമ്മ ആശുപത്രിയിൽ കിടന്ന സമയത്ത് അന്ന് ഞാനൊരു കാഴ്ച കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ പല്ലവി സത്യങ്ങളൊക്കെ സേതുവിനോട് പറയുക. അഥവാ ആ ഡോക്ടർക്ക് കാശ് അയാൾ കൊടുക്കുന്നുണ്ടെങ്കിൽ തന്നെ എന്തോ രഹസ്യമായി കൊടുക്കുന്നത് പോലെ എനിക്ക് തോന്നിയത്. എന്തിനു വേണ്ടി അത് ചെയ്യുന്നത്? തുടക്കം മുതലേ എനിക്ക് ഇഷ്ടക്കേട് തോന്നിയിട്ടുള്ള ഒരു വ്യക്തിയാണ് പ്രതാപൻ എന്നുള്ള കാര്യം നമ്മുടെ പല്ലവി പറയുക കേട്ടോ. ശരിക്കും പറഞ്ഞാൽ പൊന്നുമടത്തിന് താങ്ങാൻ തണലുമായി നിൽക്കേണ്ട ആളല്ലേ അയാൾ. എന്നിട്ട് അയാൾ അങ്ങനെയല്ല ചെയ്യുന്നതെന്ന് എൻ്റെ മനസ്സ് പറയുന്നതെന്ന് നമ്മുടെ പല്ലവി അന്നേരം പറഞ്ഞു. പൊന്നുമടത്തിൻ്റെ മിത്രമല്ല, ശത്രുവാണ് പ്രതാപനെന്നും സേതുവിനോട് പറഞ്ഞു കൊടുത്തു. ഇന്നല്ലെങ്കിൽ നാളെ എല്ലാവർക്കും അത് മനസ്സിലാകുമെന്നും പല്ലവി പറയുക കേട്ടോ. അപ്പോൾ ഇതേ സംശയം എനിക്കും ഉണ്ട്. അവനെ വെറുതെ വിടാൻ പറ്റത്തില്ല. അച്ഛൻ്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് അന്ന് കൈപ്പകശ്ശേരി തിരുമേനി പറഞ്ഞില്ലേ? അന്നത്തെ ആ ഒരു പണം കൊടുക്കലും തമ്മിൽ എന്തോ കണക്ഷനുള്ളതായിട്ട് എനിക്കും തോന്നുന്നുണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഇപ്പം ഞാനൊന്നും മിണ്ടാത്തത് അച്ചുവിനെ ഓർത്തിട്ടാണ്. മാത്രമല്ല അമ്മയ്ക്ക് ഇതെല്ലാം അറിഞ്ഞാൽ താങ്ങാനുള്ള കെൽപ്പൊന്നും ഇപ്പം ഇല്ല. അതാണെന്നും പറഞ്ഞ് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുക. അങ്ങനെ പ്രതാപൻ്റെ ചതി മുഴുവൻ ഇവർ രണ്ടുപേരും തിരിച്ചറിഞ്ഞ് പരസ്പരം അതിനെപ്പറ്റി സംസാരിക്കും കേട്ടോ. കൂടപ്പിറപ്പുകൾ പോലും എൻ്റെ കൂടെ നിൽക്കാത്തൊരവസ്ഥ ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ എനിക്കൊരു പരിധിയിൽ കൂടുതലൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ആകെയുള്ളൊരു ആശ്വാസം എന്ന് പറയുന്നത് പല്ലവി എൻ്റെ കൂടെ ഉണ്ടല്ലോ എന്നുള്ളതാണെന്ന് ഇന്ദ്രൻ ഇങ്ങനെ പല്ലവിയോട് പറഞ്ഞത് കേട്ട് പല്ലവി ഇരിക്കും കേട്ടോ ഇങ്ങനെ സമാധാനത്തോടെ. ഈ സമയത്ത് പല്ലവി കൂടി എൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ലെങ്കിലേ ഞാൻ തീർന്നു പോയെന്നൊക്കെ സേതു ഇങ്ങനെ പറഞ്ഞു കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കണം സേതുവേട്ടാ, വളരെയേറെ ശ്രദ്ധിക്കണം. മുന്നിൽ വലിയൊരു ശത്രു വളയം തന്നെ ഉണ്ടെന്നൊക്കെ പല്ലവി പറഞ്ഞു കൊടുക്കുകയാണ്. അവർ ചതിക്കുഴികൾ ഒരുക്കി കാത്തിരിക്കുകയാണ് വീഴ്ത്താനെന്നും പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ കേട്ടപ്പോൾ സേതുവിനും അതറിയാമല്ലോ. വീഴരുത്, വീണ് പോകരുത്. വീണ് പോയാൽ സേതുവേട്ടൻ തോൽക്കുന്നത് കാണാൻ എനിക്കൊരിക്കലും കഴിയില്ല സേതുവേട്ടാന്ന് പറഞ്ഞു. അപ്പോൾ അവസാന ശ്വാസം വരെ ജയിക്കാൻ ഞാൻ ശ്രമിക്കും പല്ലവി, ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അതാ എൻ്റെ തീരുമാനം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സേതു ഇങ്ങനെ പല്ലവിയോട് പറയുക. അപ്പോൾ അച്ചുവിൻ്റെ കല്യാണം കഴിയുന്നതോടുകൂടി എല്ലാത്തിനും ഏകദേശം തീരുമാനങ്ങളൊക്കെ വരുമെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും എന്നെക്കൊണ്ട് കഴിയുന്നത് ഞാൻ സേതുവേട്ടന് ചെയ്തു തരും. എല്ലാം ഒന്നും എന്നെക്കൊണ്ട് പറ്റത്തില്ല. കല്യാണത്തിന് സേതുവേട്ടൻ്റെ കൂടെ നിന്ന് എല്ലാത്തിനും ഞാനുണ്ടാകുമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ആ ഒരു ഇതും പറഞ്ഞ് അവരിങ്ങനെ പോകുന്നു. ഈ സമയത്ത് അവിടെ കിടന്ന രാജലക്ഷ്മി ഇന്ദ്രപ്രസ്ഥത്തിൽ തുള്ളിച്ചാടുക, ജോലിക്കാർ വന്നില്ലെന്നും പറഞ്ഞു. അപ്പോൾ എന്താ അമ്മയെന്ന് ചോദിച്ചു. അതെ, ഞാൻ പോയിട്ട് തിരിച്ചു വന്നു, എൻ്റെ കയ്യിൽ കാശില്ല. അമ്മയല്ലേ എൻ്റെ ക്യാഷിയറെ കുറച്ച് പൈസ തരാൻ പറഞ്ഞു. എൻ്റെ ഈ പൈസ ഒന്നും ഇല്ലടാന്ന് പറഞ്ഞപ്പോൾ ഇതൊന്നും അമ്മയായിട്ടുണ്ടാക്കിയതല്ലല്ലോ, എൻ്റെ അച്ഛൻ ഉണ്ടാക്കിയതല്ലേ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും അങ്ങനെ അങ്ങ് പറഞ്ഞു കൊടുക്കണമെന്നും പറഞ്ഞ് അച്ഛമ്മ വന്നു. എൻ്റെ മകൻ ചോര നീരാക്കി ഉണ്ടാക്കിയതാ നീ എല്ലാം കിടന്ന് അനുഭവിക്കുന്നതെന്ന് പറഞ്ഞു. എന്നിട്ട് ചില നേരത്തെ ഇവളുടെ മട്ടുമാതിരിയും കണ്ടാൽ തോന്നും ഈ കണ്ട സ്വത്തുക്കൾ മുഴുവൻ ഇവളുടേതാണെന്ന്. അപ്പം ഞാൻ ഒരിക്കലും അങ്ങനെയൊന്നും വിചാരിക്കാറില്ല. പഴയതൊന്നും മറക്കുന്നവളല്ല ഈ രാജലക്ഷ്മി എന്ന് പറഞ്ഞപ്പം അതെ ഞാനും അങ്ങനെ തന്നെ അടിയെന്ന് അമ്മായിമ്മ പറയുക. ഒന്നും ഞാൻ മറന്നിട്ടില്ലെന്ന്. അപ്പോഴത്തേക്ക് എൻ്റെ ദൈവമേ എന്താണ് കേസ് ഇവിടെ, എന്താണ് നിങ്ങൾ ലേഡീസ് ഇങ്ങനെ തുടങ്ങി ഞാൻ എന്ത് ചെയ്യുമോ എന്നൊക്കെ ഇന്ദ്രൻ ഇവരോട് ചോദിക്കും കേട്ടോ. നോക്കിക്കേ, നിങ്ങളിങ്ങനെ വഴക്കുണ്ടാക്കിക്കൊണ്ട് നിൽക്കാതെ എനിക്കുള്ള പൈസ ഇങ്ങ് തന്നേ. ഇറങ്ങിപ്പോയി എൻ്റെ ഭാര്യയെ തിരിച്ച് നിങ്ങൾ സ്നേഹത്തോടെ നിന്ന് കൊണ്ടുത്താ. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതിലെനിക്ക് ജയിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു രണ്ടുപേരുടെ സപ്പോർട്ടില്ലാതെ എങ്ങനെയാണെന്ന് ചോദിച്ചു. അച്ഛമ്മേ എങ്കിലേ അച്ഛമ്മയുടെ സഹായം എനിക്കുണ്ടാവില്ലെന്ന് ചോദിച്ചു. പിന്നെ എൻ്റെ മോനെ എന്ത് സഹായം വേണമെങ്കിൽ അച്ഛമ്മയോട് പറഞ്ഞു, അച്ഛമ്മ കൂടെയുണ്ട്. എന്നൊരു കാര്യം കഴുത്ത കിടക്കണം മാലയും കൂടി തരാൻ പറഞ്ഞു. അപ്പോഴത്തേക്ക് അച്ഛമ്മ ഞെട്ടി. അപ്പോൾ അങ്ങനെ നീ ഇപ്പം എന്നെ സ്നേഹിക്കേണ്ട, ദൈവം നിൽക്കുന്നു ചോദിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് രാജലക്ഷ്മിയെ കാണിച്ചു കൊടുത്തപ്പം ഇതാ ഞാൻ പറഞ്ഞത്, സ്നേഹം വേറെ കാശു വേറെ.
ഞാൻ ജയിച്ച് കാണണമെന്ന് ആഗ്രഹിക്കുന്ന അച്ഛമ്മ എനിക്ക് വേണ്ടി നയാ പൈസ മുടക്കാനേ തയ്യാറല്ല. എന്തൊരു ന്യായം ഇതെന്ത് സ്നേഹം എൻ്റെ അച്ഛമ്മേ. ദേ എൻ്റെ അമ്മയെ നോക്കിക്കേ, ഞാൻ ചോദിക്കുന്നതിനേക്കാളും കൂടുതൽ പൈസ എൻ്റെ അമ്മ എനിക്ക് തരും. ഇല്ല അമ്മേ നീ ചോദിച്ചപ്പോൾ എന്നും പറഞ്ഞു. ദേ പൈസ അങ്ങ് എടുത്ത് കൊടുത്തിട്ട് മകനെ അങ്ങ് വിടുന്നു. ബായ് എന്നും പറഞ്ഞ് ഇന്ദ്രൻ അങ്ങ് പോയി. ഇതും കണ്ടുകൊണ്ട് ആ വിശ്വൻ അങ്ങോട്ടേക്ക് വരുന്നേ. ഏട്ടനെ ദൂർത്തടിച്ച് കളയുന്നത് മുഴുവനും എനിക്കും കൂടെ അവകാശപ്പെട്ട കാശ്, അതാരും മറന്നു പോകരുതെന്ന് വന്നു പറഞ്ഞപ്പോൾ ഇനി അതും കൂടെ തുടങ്ങിക്കോ, സ്വത്ത് തർക്കം. ഇനി അതിൻ്റെയും കൂടെ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ ഇവിടെ. മോറ അങ്ങോട്ടെന്നും പറഞ്ഞുകൊണ്ട് രാജലക്ഷ്മി തുള്ളിച്ചാടി അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ഏട്ടനെ വഷളാക്കുന്നത് മുഴുവൻ അമ്മയാണെന്നും പറഞ്ഞ് നമ്മുടെ വിശ്വം വന്ന് അച്ചമ്മയോട് പറയാം, ഒരു പരിധി വരെ കാശാണ് ഏട്ടനെ നശിപ്പിച്ചതെന്നും പറഞ്ഞു. എന്ത് ചെയ്യാനാ, അത് പറഞ്ഞാലേ ആരുടെയും ചെവി കയറില്ലെന്ന് പറഞ്ഞ് വിശ്വനെ അവിടെ നിന്ന് പോകുന്നു. അച്ചമ്മ അവിടെ ആലോചിച്ച് നിൽക്കുവാണ്. ഇതേ സമയത്ത് നമ്മുടെ സേതുവും പല്ലവിയും കൂടെ യാത്ര ചെയ്തൊക്കെ ഇങ്ങനെ കാര്യങ്ങളെല്ലാം സംസാരിച്ച് ഒരു പാലത്തിലൂടെ ഇങ്ങനെ നടക്കുവാണ്. ആ പാലത്തിലൂടെ നടന്നിങ്ങനെ പ്രകൃതി രമണീയമായ ആ ഒരു ഇതൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ നടക്കുക. അങ്ങനെ ഒരു പാലത്തിൽ പോയി നിന്ന് പുഴയിലേക്ക് നോക്കി ഇവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഇന്ദ്രൻ അതുവഴി വരുന്നു. ഇവരെ കാണുന്നതും വണ്ടി കൊണ്ടുപോയി നിർത്തിയിട്ട് ഇന്ദ്രൻ ഇവരുടെ അടുത്തേക്ക് വരും, ഇവരുടെ ലക്ഷ്യം വെച്ച്. രണ്ടുപേരും കൂടെ നിൽക്കുന്നത് കണ്ടിട്ട് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. വന്ന് ഇവരോട് ഉടക്കു വയ്ക്കുവാണ് ഇന്ദ്രൻ. അപ്പോൾ ദേ എൻ്റെ ഭാര്യയാണിത്, ദയവ് ചെയ്ത് താങ്കളൊന്ന് ഇദ്ദേഹത്തിനോട് പറയൂ എൻ്റെ കൂടെ വന്ന് താമസിക്കാൻ. താങ്കൾ പറഞ്ഞാലേ ഇവള് കേൾക്കത്തുള്ളൂ, ഒന്ന് പറയോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇന്ദ്രൻ ഇങ്ങനെ പറയാം. അപ്പോൾ പലവി ഇങ്ങനെ ദേഷ്യത്തോടെ ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. എനിക്ക് നാണക്കേടുണ്ടാക്കാനാണോടി നീ ഈ പന്തലുകാരൻ്റെ പൂര് ചുറ്റി നടക്കുന്നതെന്ന് ഇന്ദ്രൻ ചോദിക്കാം. ഇവനല്ലാതെ നിനക്ക് ജീവിക്കാൻ പറ്റില്ലല്ലേ എന്ന് ചോദിച്ചപ്പം ദേ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിച്ച് ഉപയോഗിക്കണമെന്ന് പല്ലവി ഇന്ദ്രനോട് പറഞ്ഞപ്പോൾ ഏതോ തിറി നിനക്കൊക്കെ എന്ത് തോന്നിയാവസം കാണിക്കാം, ഞാനത് പറയാൻ പാടില്ലല്ലേ എന്നും ചോദിച്ചു. ഭയങ്കര ഡയലോഗും കാര്യങ്ങളും. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ ബാ ഒന്ന് വണ്ടി കയറാൻ പറഞ്ഞു. ഇന്ന് മുതൽ നീ എൻ്റെ കൂടെയാണ് താമസിക്കാൻ പോകുന്നത്, വന്ന് വണ്ടി കയറടി, എൻ്റെ വീട്ടിൽ എൻ്റെ ഭാര്യയായിട്ട് നീ താമസിക്കാം, വാടിയെന്നും പറഞ്ഞ് കയ്യെ പിടിച്ച് വലിക്കുമ്പോൾ വിടാൻ പറഞ്ഞു പല്ലവി. കൈ എടുക്കാൻ പറഞ്ഞു സേതു. പെണ്ണുങ്ങളോട് അതിക്രമം കാണിക്കരുതെന്ന് പറഞ്ഞു. ഇത് പൊതുവഴിയാ, മര്യാദകേട് കാണിക്കരുത്, ഇവിടെ വെച്ച് നീ ചുമ്മാ പ്രശ്നം ഉണ്ടാക്കരുതെന്ന് പറഞ്ഞു. ഇവരേക്ക് പോകാൻ പറഞ്ഞു സേതു. ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. പല്ലവിയുടെ കൈ നിവൻ വിടുന്നില്ല. എന്ത് ചെയ്യൂടാ, നീ എന്താ എന്നെ തല്ലുവിടാന്ന് ചോദിച്ചു. കോളേജിൽ വെച്ച് നീ എന്നെ തല്ലി, അന്നേ ഞാൻ നിനക്ക് ടോങ്ങി വെച്ചതായിരുന്നു, പോരസീവായിട്ട് നീനൊന്ന് തല്ലണമെന്ന്. നീയൊന്നും എന്നെ നീയൊന്ന് തല്ലടാന്ന് പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ ഇങ്ങനെ പറയാം. അപ്പോൾ എനിക്ക് ധൈര്യമായിട്ട് എല്ലാവരോടും പറയാമല്ലോ എൻ്റെ ഭാര്യയെ തട്ടിക്കൊണ്ട് നടക്കുന്നവനാ നീ എന്നൊക്കെ. എൻ്റെ ഭാര്യയുടെ കാമുകനെയാണ് ഞാൻ തല്ലുന്നതെന്ന് എനിക്ക് പറയാമല്ലോ, തല്ലടാ നീ തല്ല് എന്നും പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ ഇങ്ങനെ ചെന്ന് കയറുമ്പോൾ ഇന്ദ്ര വേണ്ട, നീ വെറുതെ ചുമ്മാ പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കരുതെന്ന് പറഞ്ഞു സേതു. അടിയടാ എന്നെ അടിയടാന്നും പറഞ്ഞുകൊണ്ട് സേതു ദേഹത്തേക്ക് ചെന്ന് കയറുവാണ് ഇന്ദ്രൻ. അപ്പം മാറി നിൽക്കാൻ പറഞ്ഞു. സേതു ഏട്ടാ നമുക്ക് പോകാമെന്ന് പറഞ്ഞു പല്ലവി. ആ സമയത്ത് പല്ലവിയെ പിടിച്ചിട്ട് അവൻ ഇങ്ങനെയൊക്കെ പിടിച്ച് ഞെക്കുക. അങ്ങനെ അങ്ങ് പോയാലോ എന്നും ചോദിച്ചു. അങ്ങനെ പെരുവഴിയിൽ വെച്ച് പല്ലവിയുടെ ദേഹത്ത് കൈ വെച്ചു. അതുപോലെ തന്നെ സേതുവിന് ഇവൻ ഉപദ്രവിക്കുന്നു. അങ്ങനെയൊക്കെയുള്ളൊരു സിറ്റുവേഷൻ. അന്നേരത്തേക്കും ഈ ഭ്രാന്തിൻ്റെ ഏകദേശ ലക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പുറത്തേക്ക് വന്നു കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണോട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. സി അഗൈൻ, ടേക്ക് കെയർ, ബൈ ബൈ, ടാറ്റാ.